ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കെല്ലാവർക്കും ഓരോ കഥ പറയാൻ കാണില്ലേ? ഓരോ ഫുഡിൻ്റെ പിന്നിലും ആദ്യമായിട്ട് ട്രൈ ചെയ്തതിൻ്റെയോ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതിൻ്റെയോ ഒക്കെ. അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചെടുത്ത റെസിപ്പിയാണ് ഈ ബ്രൗണി റെസിപ്പി. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും കൂടി എടുത്ത് നല്ല രീതിയിൽ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട, കുറച്ച് വാനില എസൻസ്, പൊടിച്ച പഞ്ചസാരയും കൂടി നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും ബട്ടറിൻ്റെ മിക്സ്ചറിലേക്ക് ഇതും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇനി കമ്മിങ് ടു ദ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, ഇതിനെല്ലാം അളവുണ്ട്. ഇതിൻ്റെ എല്ലാ അളവ് കൃത്യമായാലേ നമുക്കിത് പ്രോപ്പറായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദ, ദെൻ ഹാഫ് കപ്പ് ഓഫ് കൊക്കോ പൗഡർ. പിന്നെ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് ആണ് കറക്റ്റ് മെഷർമെൻറ്റ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരും ഉണ്ടാക്കാൻ നേരത്ത് ചില മെഷർമെൻറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തും. അതിനനുസരിച്ച് ടേസ്റ്റിൽ നല്ല വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മളിപ്പോൾ കൊക്കോ പൗഡറും മൈദയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഫോൾഡിങ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറൊന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല ബ്രൗണീസിൽ. പക്ഷെ ഞാനൊരു ചെറിയ പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡറും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷർമെൻറ്റ്സിൽ മാറ്റം വരുത്തുന്ന പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എന്ത് ആഡ് ചെയ്യണമെന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ്. സോ നമുക്കതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് വരുമ്പം ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് തിക്കായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി പാല് മിക്സ് ചെയ്തിട്ടും കൂടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രണ്ടും ഒരേ ടെമ്പറേച്ചറും എല്ലാമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പാല് മിക്സ് ചെയ്തതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇഷ്ടമായി. എന്നിട്ട് നമ്മൾ നമ്മുടെ പാത്രത്തിൽ പാർച്ച്മെൻറ്റ് പേപ്പറിൽ ബട്ടറൊക്കെ ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എയർ ഫ്രയറിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ വെക്കാം. അപ്പം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ്സ് 150 ഡിഗ്രിയിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് അപ്പം തന്നെ ചൂടോടുകൂടി കട്ട് ചെയ്ത് കഴിക്കാം. ഇല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കോമ്പിനേഷനിലാണെങ്കിലും കഴിച്ചാൽ കിടിലൻ ടേസ്റ്റാണ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്.